ബിഗ് ബോസ് മലയാളം സീസൺ 6 അവസാനിച്ചുവെങ്കിലും പങ്കെടുത്ത മത്സരാർത്ഥികളുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും അവസാനിക്കുന്നില്ല. ഷോയ്ക്കകത്ത് ചർച്ചയായ ജാസ്മിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും സംസാര വിഷയം. ജാസ്മിൻ, സായി കൃഷ്ണ, യൂട്യൂബർ വിവി, റോബിൻ രാധാകൃഷ്ണൻ, ജാസ്മിന്റെ സുഹൃത്തായിരുന്ന അഫ്സൽ അമീർ ഇവരൊക്കെയാണ് വാർത്തകളിലെ താരങ്ങൾ. ഇതിൽ സായി കൃഷ്ണയും വിവിയും തമ്മിൽ നടക്കുന്ന സോഷ്യൽ മീഡിയ യുദ്ധങ്ങളാണ് പ്രധാനം. വിവിയെക്കുറിച്ച് സായി കൃഷ്ണ നിരന്തരം വീഡിയോകൾ ചെയ്യുകയും വിവി അതിന് മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴിതാ സായി വിവിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത്. ജാസ്മിനെ വിശ്വസിച്ചവർ തന്നെ ചതിച്ചുവെന്നാണ് സുഹൃത്തും സഹമത്സരാർത്ഥിയും കൂടിയായ സായി കൃഷ്ണ പറയുന്നത്. ജാസ്മിൻ ബിഗ് ബോസിനകത്ത് വലിയ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ പുറത്ത് ജാസ്മിൻ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചു പോയൊരു വ്യക്തി ജാസ്മിന്റെ കുടുംബത്തിനെതിരെയും ജാസ്മിനെതിരെയും തിരിഞ്ഞുകൊത്തുകയാണ് ഉണ്ടായതെന്നാണ് സായി കൃഷ്ണ പറയുന്നത്. അതോടെയാണ് ജാസ്മിൻ തന്നെ ഇല്ലാതെയായത്. അത് ചെയ്തത് വിവി എന്ന യൂട്യൂബ് വ്ളോഗറായ വിവേകാണെന്നും സായി കൃഷ്ണ വ്യക്തമാക്കുന്നു. ജാസ്മിനെ എല്ലാ തരത്തിലും ഇല്ലാതാക്കിയത് വിവിയാണ്. തന്റെ പ്രൊഫൈൽ അടക്കം ജാസ്മിൻ വിശ്വസിച്ച് കൈമാറിയത് വിവിക്കായിരുന്നു. അതുകൊണ്ട് തന്നെ വിവിയെ ജാസ്മിന്റെ ഉപ്പയും വിശ്വസിച്ചെന്നും സായി കൃഷ്ണ വ്യക്തമാക്കുന്നുണ്ട്. വിവാഹം തീരുമാനിച്ചിരുന്ന അഫ്സലിനാണ് ജാസ്മിൻ തന്റെ പ്രൊഫൈലുകൾ നോക്കാൻ ഏൽപ്പിച്ചിരുന്നത് എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ യാഥാർത്ഥ്യം അതല്ല എന്നാണ് സായിയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നത്. വിവിക്ക് കൃത്യമായി ജാസ്മിനോട് ഒരു താല്പര്യമുണ്ടായിരുന്നു. അത് താൻ പച്ചയ്ക്ക് പറയാമെന്നും വിവി ആരവിനോട് പലപ്പോഴും പറഞ്ഞത് എന്താണെന്ന് ആരവ് തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും സായി പറയുന്നു. അഫ്സലും ജാസ്മിനും റിലേഷനിൽ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് വിവി ഒറ്റയ്ക്ക് ടിക്കറ്റ് എടുത്ത് വന്ദേ ഭാരതിൽ ഖാദർ കരിപ്പുടിയുടെ കല്യാണത്തിന് പോയത്. എന്തുകൊണ്ടാണ് വിവി അടുത്ത സുഹൃത്തായ ആരവിന് ടിക്കറ്റ് എടുത്തില്ല എന്നും എന്തുകൊണ്ടാണ് വിവി അങ്ങനെ പോയതെന്ന് ആരവ് തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും ഇതെല്ലാം അഫ്സലിന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇപ്പോൾ പറയുന്നതെന്നും സായി പറയുന്നുണ്ട്. ജാസ്മിന്റെ ഉപ്പ ജാഫറിനെ കൊണ്ട് തന്നെ വിളിപ്പിച്ചതും വിവിയായിരുന്നു. എന്നിട്ട് ആ വിവി തന്നെ ആ കോൾ റെക്കോർഡ് ചെയ്യുകയും പുറത്തുവിടുകയും ചെയ്തു. സെൽഫ് ഡിഫൻസ് എന്ന പേരിലാണ് വിവി ആ കോൾ റെക്കോർഡുകൾ പുറത്തുവിട്ടതെന്ന് ഇപ്പോൾ പറയുന്നു. പിന്നീട് എങ്ങനെയാണ് അതിന്റെ മുഴുവൻ ഭാഗവും മറ്റ് യൂട്യൂബ് ചാനലുകളിൽ എത്തിയതെന്നും വിവിക്ക് ആവശ്യമുള്ളത് മാത്രമാണല്ലോ പുറത്തു വന്നിരിക്കുന്നതെന്നും സായി പറയുന്നുണ്ട്. ബിഗ് ബോസ് വീട്ടിൽ ജാസ്മിൻ ഒരു ഹെയ്റ്റ് വന്നപ്പോൾ അതിന് ഇന്ധനം പകരുന്ന പരിപാടിയായിരുന്നു വിവി ചെയ്തുകൊണ്ടേയിരുന്നത്. തന്നെ വിളിച്ചൊക്കെ ഇത് വിവി സംസാരിക്കുമായിരുന്നുവെന്നും അത് താൻ വിചാരിക്കുന്നത് അഫ്സലിന്റെ ഭാഗത്ത് ന്യായമുണ്ട്. ജാസ്മിൻ ഷോയ്ക്കകത്ത് കാണിക്കുന്ന പല കാര്യങ്ങളും പുറത്തു നിൽക്കുന്ന അഫ്സലിന് വിഷമമുണ്ടാകാൻ കാരണമാക്കുന്നത് സ്വാഭാവികമാണെന്നായിരുന്നു സായി പറയുന്നത്. ജാസ്മിന്റെ ഉപ്പ ആരോഗ്യ പ്രശ്നം വന്ന സമയത്ത് ജാസ്മിനെ വിളിച്ചൊരു വിഷയം ഇതിനെയും കോമഡിയും ഫേക്ക് നാടകമാണെന്ന രീതിയിലൊക്കെ അവതരിപ്പിച്ച് കുളമാക്കിയതും വിവിയാണെന്നും ജാസ്മിന്റെ ഉപ്പയുടെ ഫോൺ റെക്കോർഡർ താൻ കംപ്ലീറ്റ് കേട്ടിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും അദ്ദേഹം മകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന തരത്തിലായിരുന്നു വിവി പറഞ്ഞത്. അഫ്സലിനെ അടക്കം മാനിപ്പുലേറ്റ് ചെയ്ത് ജാസ്മിന്റെ പേഴ്സണൽ ചാറ്റ് അടക്കം പുറത്തു വിടിച്ചതും വിവി തന്നെയാണ്. ഇത് മാത്രമല്ല, റോബിൻ രാധാകൃഷ്ണന്റെയും ആരതിപ്പൊടിയുടെയും വിഷയത്തിൽ വരെ വിവി കളിച്ച കളികളെല്ലാം പുറത്തു വരുന്നുണ്ടെന്നും സായി പറയുന്നു. നിങ്ങളുടെ കോളുകളൊക്കെ റെക്കോർഡ് ചെയ്ത് വിവി നാളെ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും സായി കൃഷ്ണ ആരോപിക്കുന്നു. അതേസമയം സായി ഉന്നയിച്ച ജാസ്മിനുമായി ബന്ധപ്പെടുത്തിയുള്ള ആരോപണത്തെ വിവി പൂർണ്ണമായും നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു നോട്ടം കൊണ്ടുപോലും ജാസ്മിനെ ആ രീതിയിൽ കാണുകയോ ആ രീതിയിൽ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. തന്റെ ഒരു നല്ല സുഹൃത്തായിട്ട് മാത്രമേ ജാസ്മിനെ എന്നും കണ്ടിട്ടുള്ളൂ എന്നും വിവി വ്യക്തമാക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.